പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 4 തിരുവചനം. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. പല കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോടെ തുടങ്ങി വച്ചിട്ടും ജീവിതത്തിൽ ഉയരണം എന്ന ആഗ്രഹത്തോടെ രാപകലില്ലാതെ വിയർപ്പൊഴുക്കിയിട്ടും ഒടുവിൽ ചെയ്ത അധ്വാനങ്ങളൊക്കെ വ്യർത്ഥമായി പോയല്ലോ എന്നോർത്ത് നമ്മൾ നിരാശപ്പെട്ടിട്ടില്ലേ? നിരാശ നമ്മളെ ഭരിച്ചു തുടങ്ങുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം കലങ്ങിയതായി അനുഭവപ്പെടും. വിശുദ്ധ അലോഷ്യസ് പറഞ്ഞു വച്ചത് ഇപ്രകാരമാണ്: കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുവാനാണ് സാത്താൻ ഇഷ്ടപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ കലങ്ങിയ വെള്ളം പോലെയാക്കാൻ സാത്താൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് നിരാശ എന്നത്. അവിടെ ഒന്നും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് കർത്താവ് ഒരു വ്യക്തത നമുക്ക് തരികയാണ്. നമ്മുടെ അധ്വാനങ്ങൾ പാഴായിപ്പോയാലും ജീവിതം കലങ്ങിമറിഞ്ഞെന്ന് തോന്നുമ്പോഴും ഈശോ നമ്മളോട് പറയും, ഞാനാണ് നിന്റെ അവകാശം, ഞാൻ തന്നെയാണ് നിനക്ക് പ്രതിഫലം നൽകുന്ന ദൈവം. നമ്മുടെ അവകാശവും ഓഹരിയുമായ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ, പ്രതിസന്ധികളെ ചേർത്ത് വയ്ക്കാം. കലങ്ങിമറിഞ്ഞ ജീവിതത്തിലെ അവസ്ഥകളിൽ കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വ്യക്തത നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.